സെൻകുമാറിന്റെ പുനർനിയമന ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. പോലീസ് മേധാവിയായി പുനർനിയമിച്ച ഉത്തരവ് നാളെ സെൻകുമാറിന് കൈമാറും. ലോക്നാഥ് ബെഹ്റ വിജിലൻസ് ഡയറക്ടറായി തുടരും. ടി.പി. സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പുനർനിയമിക്കാനുള്ള ഉത്തരവിൽ വൈകിട്ടോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പുവെച്ചത്. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം അവരോധിക്കുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് വിജിലൻസിന്റെ അധിക ചുമതല കൂടിയുണ്ട്. ബെഹ്റ ഈ സ്ഥാനത്ത് തുടരുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് സെൻകുമാറിന് നാളെ സർക്കാർ കൈമാറും. ഏപ്രിൽ 24-ന് സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ തന്നെ സെൻകുമാറിനെ പുനർനിയമിക്കുന്നതിനുള്ള നിയമവശങ്ങൾ സർക്കാർ ചർച്ച ചെയ്തിരുന്നു. നിയമ സെക്രട്ടറി, അഡ്വക്കേറ്റ് ജനറൽ എന്നിവരിൽ നിന്നും നിയമോപദേശം തേടിയ ശേഷമാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. വ്യക്തതാ ഹർജി സുപ്രീം കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് സെൻകുമാറിനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സർക്കാരിന്റെ തീരുമാനത്തെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും ഉത്തരവ് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും സെൻകുമാർ പ്രതികരിച്ചു. നാളെ ഉത്തരവ് പുറത്തിറങ്ങുകയാണെങ്കിൽ നാളെ തന്നെ സെൻകുമാർ ചുമതല ഏറ്റെടുത്തേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുനർനിയമിക്കാത്തതിനെതിരെ സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ്. ചൊവ്വാഴ്ച മറുപടി നൽകണം. കോടതി വിധിയിൽ വ്യക്തത ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഭേദഗതി അപേക്ഷ കോടതി തള്ളി. കോടതി ചെലവായി 25,000 രൂപ കെട്ടിവെക്കാനും ഉത്തരവിട്ടു. അതേസമയം കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന സെൻകുമാറിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. സെൻകുമാറിനെ DGP-യായി പുനർനിയമിക്കാത്ത നടപടിയെ കുറ്റപ്പെടുത്തിയ സുപ്രീം കോടതി ചീഫ് സെക്രട്ടറിയെ ഒന്നാം എതിർകക്ഷിയാക്കി സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയും വ്യക്തത ആവശ്യപ്പെട്ടുള്ള അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂഥർ അറിയിച്ചു. സെൻകുമാറിനെ പുനർനിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നും സർക്കാർ പറഞ്ഞു. വ്യക്തത നൽകണമെന്ന അപേക്ഷയിലെ കാര്യങ്ങൾ നേരത്തെ വിചാരണയ്ക്കിടയിൽ ചൂണ്ടിക്കാട്ടിയതാണെന്ന് ഓർമ്മിപ്പിച്ച സുപ്രീം കോടതി ഒരു വ്യക്തതക്കുറവും വിധിയിലില്ലെന്നും അറിയിച്ചു. തുടർന്ന് അപേക്ഷ നൽകിയതിനെതിരെ പിഴ കെട്ടിവെക്കാൻ ഉത്തരവിട്ടു. കോടതി ചെലവായ 25,000 രൂപ കെട്ടിവെക്കണം. കോടതിയലക്ഷ്യ ഹർജിയിൽ ചൊവ്വാഴ്ച വാദം കേൾക്കും. പുനർനിയമനം വൈകിപ്പിക്കുന്നത് ചീഫ് സെക്രട്ടറിയാണെന്നും അവരെ വിളിച്ചു വരുത്തണമെന്നും സെൻകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് സുപ്രീം കോടതി തള്ളി. പുനർനിയമന ഉത്തരവ് വന്നതിനു ശേഷവും സർക്കാർ പോലീസ് ആസ്ഥാനത്ത് നിയമനങ്ങളടക്കം നടത്തിയത് ശരിയല്ലെന്ന സെൻകുമാറിന്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. അക്കാര്യം സർക്കാരിന്റെ ചുമതലയാണെന്ന് കോടതി പറഞ്ഞു. എന്നാൽ 24-ാം തീയതിയിലെ ഉത്തരവ് നടപ്പിലാക്കുമോ എന്ന് നോക്കാമെന്നും അല്ലെങ്കിൽ എന്ത് വേണമെന്ന് തങ്ങൾക്കറിയാമെന്ന പരാമർശവും വാദത്തിനിടയിൽ ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂർ, ദീപക് ഗുപ്ത എന്നിവരുടെ ബെഞ്ചിൽ നിന്നുമുണ്ടായി. കോടതിയലക്ഷ്യ നടപടികളിലേക്കാണ് സുപ്രീം കോടതി കടക്കുന്നത്. പക്ഷേ അപ്പോഴും ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണം എന്നതടക്കമുള്ള സെൻകുമാറിന്റെ ആവശ്യങ്ങൾ സുപ്രീം കോടതി തള്ളിയത് സംസ്ഥാന സർക്കാരിന് ആശ്വാസമേകുന്നു. സുപ്രീം കോടതിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. കേരള കോൺഗ്രസിൽ കടുത്ത ഭിന്നത. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് PJ ജോസഫും മോൻസ് ജോസഫും വിട്ടുനിന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ CF തോമസും എത്തിയില്ല. വിവരങ്ങളുമായി ലെസ്ലി തത്സമയം ചേരുന്നുണ്ട്. ലെസ്ലി, വിവരങ്ങൾ. ലക്ഷ്മി, ഇന്ന് കോട്ടയം DCC കടുത്ത നിലപാടുമായി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കാൻ ചെയർമാൻ KM മാണി തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് വൈകിട്ട് 8 മണിക്ക് പാലയിലെ തന്റെ വസതിയിലേക്ക് എത്തിച്ചേരാൻ മറ്റു MLA-മാരെ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ചുള്ള യോഗം ഇപ്പോൾ പാലയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉൾപാർട്ടിയിലെ വലിയ ഭിന്നത മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാലയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. PJ ജോസഫും ഒപ്പം മോൻസ് ജോസഫും CF തോമസും ഇന്നത്തെ യോഗത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. CF തോമസ് ആരോഗ്യ പ്രശ്നങ്ങളാണ് യോഗത്തിൽ പങ്കെടുക്കാൻ വരാത്തതിന് എന്നാണ് നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ മോൻസ് ജോസഫും PJ ജോസഫും കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിനിൽ നിന്നും അകലുന്ന KM മാണിയുടെ നിലപാടിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ നിന്നും ഇരുവരും വിട്ടുനിൽക്കുന്നത് എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും യോഗം മാണിയുടെ വസതിയിൽ ഇപ്പോഴും ചേർന്നുകൊണ്ട് ാണ്. ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നിലപാട് വ്യക്തമാക്കുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രശ്മി, ജോസ് കെ മാണിക്ക് മറുപടിയുമായി ഉമ്മൻചാണ്ടി. കോൺഗ്രസ് ആരെയും അവഹേളിച്ചിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. UDF കാലത്ത് KM മാണിയെ കൊണ്ടു നടന്നത് ഉള്ളം കയ്യിൽ വെച്ചെന്നും 4 പേരോട് പറയാൻ പറ്റിയ യാതൊരു കാരണവും മാണിക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. മാണി സാർ ഇനി വെറും മാണി മാത്രമെന്ന് DCC യോഗത്തിൽ KC ജോസഫ് പരിഹസിച്ചു. മാണിക്കെതിരെ കോട്ടയം DCCയുടെ പ്രമേയവും പാസാക്കി. ഉമ്മൻചാണ്ടി, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് KM മാണിയുമായി യാതൊരു കൂട്ടുകെട്ടും ഇനി തുടരേണ്ടതില്ലെന്ന പ്രമേയം DCC പാസാക്കിയത്.
മാണിയുടേത് അവസരവാദ രാഷ്ട്രീയമാണ്. അതിനെ ന്യായീകരിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്ന നീക്കം വിലപ്പോകില്ലെന്നും പ്രമേയം പറയുന്നു. പതിവിന് വിപരീതമായി കെ എം മാണിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഉമ്മൻചാണ്ടി ജോസ് കെ മാണിക്കും മറുപടി നൽകി. മാണി സാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് കൈവെള്ളയിൽ വെച്ചുകൊണ്ടാണ് നടന്നത്. എന്ത് ചെയ്താലും അവസാനം നന്ദികേട് മാത്രം. കോൺഗ്രസിന്റെ തലയിലിരുന്ന മുഖമായിരുന്നു കെ എം മാണി എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ പരാമർശം. ഒരു ഗുണം കിട്ടി, നമ്മുടെ തലയിലിരുന്ന മുഖം തന്നെത്താൻ താഴെ വീണ് ഒടിഞ്ഞു പോയി എന്നുള്ളതാണ്. കെ എം മാണി ഇപ്പോൾ മാണി സാറല്ലെന്നും മാണി മാത്രമാണെന്നുമായിരുന്നു കെ സി ജോസഫിന്റെ പ്രതികരണം. കെ എം മാണി സാർ അല്ല, കെ എം മാണിയെയും മകനെയും ഒറ്റപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയത്തിൽ നിലവിൽ തദ്ദേശ തലത്തിൽ തുടരുന്ന ബാന്ധവത്തെക്കുറിച്ച് ഒരു വരി പോലുമില്ല. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ധാരണ അട്ടിമറിച്ചത് കോൺഗ്രസ് എന്ന ജോസ് കെ മാണി. പാർട്ടിയെ അപമാനിച്ചതിനുള്ള മറുപടിയാണ് കോട്ടയത്തതെന്നും അപമാനിക്കപ്പെട്ടാൽ ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ഒരു ധാരണ, അതിൽ മലക്കം മറിഞ്ഞത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇത്രമാത്രം അപമാനിക്കപ്പെടുകയും അതിനുശേഷം കേരള കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ പാർട്ടിയെയും ആ ഐക്യം പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുവാനും അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ. വാർത്തകൾ തുടരുന്നു. നിർഭയ കേസിലെ 4 പ്രതികളുടെയും വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചു. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി പ്രതികളുടെ ചെയ്തി ക്രൂരവും പൈശാചികവും കിരാതവുമാണെന്ന് ചൂണ്ടിക്കാട്ടി. പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞു. പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള നേരിയ സാഹചര്യം പോലുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, ആർ ഭാനുമതി, അശോക് ഭൂഷൺ എന്നിവരുൾപ്പെട്ട 3-അംഗ ബെഞ്ച് വധശിക്ഷ ശരിവച്ചത്. വിചാരണ കോടതിയും ദില്ലി ഹൈക്കോടതിയും വിധിച്ച വധശിക്ഷ റദ്ദ് ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. പ്രതികളെ തൂക്കിലേറ്റാൻ മതിയായ തെളിവുകളുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. പ്രതികളുടെ ചെയ്തി ക്രൂരവും പൈശാചികവും കിരാതവുമാണെന്ന് നിരീക്ഷിച്ച കോടതി അപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസിൽ നീതി ഉറപ്പാക്കാൻ പരമാവധി ശിക്ഷ നൽകുന്നതായി വിധി പ്രസ്താവിച്ചു. വിധി കേട്ടയുടനെ കോടതിയിലുള്ളവർ കരഘോഷം മുഴക്കി. കേസിലെ പ്രതികളായ അക്ഷയ്, പവൻ, വിനയ് ശർമ്മ, മുകേഷ് എന്നിവർക്ക് 2013 വിചാരണ കോടതി വിധിച്ച വധശിക്ഷ 2014 മാർച്ചിൽ ദില്ലി ഹൈക്കോടതി ശരിവച്ചിരുന്നു. സമൂഹത്തിന് സന്ദേശം നൽകുക ലക്ഷ്യം വച്ച് ആളുകളെ തൂക്കിക്കൊല്ലാൻ വിധിക്കരുതെന്നും മനുഷ്യാവകാശം കശാപ്പ് ചെയ്യപ്പെടുകയാണ് ഇന്നുണ്ടായതെന്നും പ്രതികളുടെ അഭിഭാഷകൻ AP സിംഗ് പറഞ്ഞു. ഇതിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. 2012 ഡിസംബർ 6-ന് 23-കാരിയായ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി ദില്ലിയിൽ ഓടുന്ന ബസ്സിനകത്ത് ക്രൂരമായ ബലാത്സംഗത്തിനിരയാകുകയും 13 ദിവസത്തിന് ശേഷം സിംഗപ്പൂരിലെ ആശുപത്രിയിൽ മരണപ്പെടുകയും ചെയ്ത സംഭവം രാജ്യത്തെ നടുക്കിയിരുന്നു. കേസിൽ 6 പ്രതികളെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. വിചാരണ നടക്കവേ പ്രതികളിലൊരാളായ രാം സിംഗ് ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ബാക്കിയുള്ള 4 പ്രതികൾക്കാണ് വധശിക്ഷ ലഭിച്ചത്. 1 വർഷം നീണ്ട വാദത്തിന് ശേഷമാണ് രാജ്യം ഉറ്റുനോക്കിയ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും വിധിയുണ്ടായത്. സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി, തിരുത്തൽ ഹർജി, രാഷ്ട്രപതിക്ക് ദയാഹർജി എന്നിവയാണ് ഇനി പ്രതികൾക്ക് മുന്നിലുള്ള വഴികൾ. ദില്ലിയിൽ നിന്നും M സന്തോഷ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ ആലപ്പുഴ കുടിവെള്ള പദ്ധതി മുഖ്യമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും. 225 കോടി രൂപ മുടക്കിയാണ് ആലപ്പുഴ നഗരസഭയും പഞ്ചായത്തുകളും അടക്കം 5 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഈ പദ്ധതി നടപ്പിലാകുന്നത്. കുടിവെള്ളക്ഷാമം ഏറെ രൂക്ഷമായിരിക്കുന്ന ജില്ലയിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പദ്ധതിയെ കാണുന്നത്. ആലപ്പുഴ നഗരത്തിലെ 2 ലക്ഷം പേർക്കും സമീപത്തെ 8 പഞ്ചായത്തുകളിലെ 2,60,000 പേർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ശുദ്ധജല വിതരണ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2038 വരെയുള്ള ജനസംഖ്യാ വർധനവും മറ്റ് ആവശ്യങ്ങളും കണക്കിലെടുത്ത് നഗരപ്രദേശങ്ങളിൽ ഒരാൾക്ക് 135 ലിറ്ററും പഞ്ചായത്തിൽ 40 ലിറ്റർ വെള്ളവും വിതരണം ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 225 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു. അടുത്ത 30 വർഷത്തേക്ക് വേണ്ടിയുള്ള കപ്പാസിറ്റിയാണ് നമ്മളിപ്പം 62 MLD നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാന്റ് കപ്പാസിറ്റി ആക്കിയിരിക്കും. 2006 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ ശുദ്ധജല വിതരണ പ്ലാന്റ് സ്ഥാപിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ കടപ്ര പഞ്ചായത്തിൽ നിന്നും
പമ്പാജലം ശേഖരിച്ച് 240 കുതിരശക്തിയുള്ള പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചാണ് തകഴി കരുമാടിയിൽ സ്ഥാപിച്ചിട്ടുള്ള ജലശുദ്ധീകരണശാലയിൽ വെള്ളം എത്തിക്കുന്നത്. പ്രതിദിനം 62 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരണ ശേഷിയുള്ള ശുദ്ധീകരണശാലയിൽ അണുവിമുക്തമാക്കിയാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ദിനംപ്രതി വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക ലബോറട്ടറിയും ഇതിനോടൊപ്പം പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ ആലപ്പുഴ നഗരസഭയ്ക്കും അതോടൊപ്പം അമ്പലപ്പുഴയിലെ 8 പഞ്ചായത്തുകൾക്കും പ്രയോജനകരമാകുന്ന ഈ സ്വപ്ന പദ്ധതിക്ക് അടുത്ത ദിവസം തുടക്കം കുറിക്കുകയാണ്. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷജഹാൻ.